ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. മറ്റൊരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് നമ്മളുടെ ഇന്നത്തെ ചിന്താവിഷയം. ഗൾഫിലെ യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇറാൻ ഇസ്രായേൽ വാറ് ശരിക്കും പറഞ്ഞാൽ അതിന് കൃത്യമായിട്ടുള്ളൊരു തീരുമാനമായിട്ടില്ലല്ലോ. കാരണം ഇനിയും യുദ്ധം ഏത് സമയത്തും ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു സാധ്യത നിലനിൽക്കുകയാണ്. കാരണം ഇപ്പോഴും ഇരുവശങ്ങളും തമ്മിൽ പൂർണ്ണമായ ഒരു പീസ് കണ്ടീഷനിലേക്ക് അല്ലെങ്കിൽ സമാധാന എന്ന് നമുക്ക് പൂർണ്ണമായിട്ടും പറയാൻ പറ്റുന്നൊരവസ്ഥയിലേക്ക് ഇതുവരെ അവസ്ഥകളൊന്നും എത്തിച്ചേർന്നിട്ടില്ല. താൽക്കാലികമായിട്ട് വെടിനിർത്തൽ അല്ലെങ്കിൽ പരസ്പരം ആക്രമിക്കുന്ന ഒരു പ്രവണത നിന്നിട്ടുണ്ട് എന്നല്ലാതെ അതിന് പൂർണ്ണമായിട്ട് നമുക്ക് ഒരു സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ളൊരവസ്ഥയിലൊക്കെ കാര്യങ്ങൾ എത്തിച്ചേർന്നിട്ടില്ല. ഒരുപക്ഷെ ഈ നടന്നുകൊണ്ടിരിക്കുന്ന പീസ് ടോക്സ് അല്ലെങ്കിൽ സമാധാന ചർച്ചകൾ പരാജയപ്പെടുകയാണെങ്കിൽ ഒരുപക്ഷെ വീണ്ടും ഒരു ഫുൾ ഫ്ലഡ്ജ് കോൺഫ്ലിക്റ്റിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല. ഒരുപക്ഷെ ഇത് ഇരുഭാഗത്തു നിന്നുള്ളൊരു യുദ്ധതന്ത്രത്തിൻ്റെയും കൂടെ ഫലമായിരിക്കാം. യുദ്ധം നിന്ന് കാണുക എന്നുള്ളത് ഒരുപക്ഷെ ഈ പറഞ്ഞ ഗൾഫ് മേഖലയിലുള്ള രാജ്യങ്ങളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടാണ്. അവർക്ക് ആഗ്രഹമുണ്ടോ ഇല്ലെന്ന് ചോദിച്ചാൽ നമുക്കറിയത്തില്ല. കാരണം അങ്ങനെ ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ യുദ്ധത്തിന് വേണ്ടി കോപ്പ് കൂട്ടുന്നൊരു പരിപാടി അവരുടെ ഭാഗത്തുനിന്ന് ചെയ്യാതിരിക്കുക എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട. കാരണം നമുക്കറിയാം വളരെ ക്രിട്ടിക്കലായിട്ടുള്ളൊരു റീജിയനാണ്. ഇപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ഉണ്ടാകുന്ന പോലെയല്ല. കാരണം അത് റീജിയണലായിട്ട് സ്പ്രെഡ് ചെയ്യാനുള്ള ചാൻസ് ഇല്ല. ഇപ്പോൾ നമ്മൾ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ, ഈവൻ ഇന്ത്യയും ചൈനയും പോലെ രണ്ട് രാജ്യങ്ങൾ യുദ്ധം ചെയ്തു കഴിഞ്ഞാൽ അത് റീജിയണൽ കോൺഫ്ലിക്റ്റിലേക്കൊന്നും സ്പ്രെഡ് ചെയ്യാനുള്ള ചാൻസ് ഇല്ല. അതുപോലെ തന്നെ മറ്റിപ്പം റഷ്യ യുക്രൈൻ വാറ് നമുക്ക് പറയാൻ പറ്റില്ല. ആ വാർ എസ്കലേറ്റ് ചെയ്യാനും സ്പ്രെഡ് ചെയ്യാനുള്ള പൊട്ടൻഷ്യൽ വളരെ കൂടുതലാണ്. കാരണം യൂറോപ്പൊക്കെ വളരെ അടുത്ത കോണ്ടിനെൻ്റ് ആയതുകൊണ്ടും റഷ്യക്കെതിരെ നിലനിൽക്കുന്ന രാജ്യങ്ങളാണ് ഈ പറഞ്ഞ പ്രദേശമൊക്കെ ഉള്ളതുകൊണ്ട് ഒരുപക്ഷെ ആ യുദ്ധത്തെ വേണമെങ്കിൽ അതിൻ്റെ എസ്കലേഷൻ പോസിബിലിറ്റി ഉണ്ട്. അതുപോലെ തന്നെ മിഡിൽ ഈസ്റ്റിൽ നമുക്ക് ഈ പറയുന്ന യുദ്ധം തീർച്ചയായിട്ടും ഇരു രാജ്യങ്ങൾക്കിടയിൽ മാത്രം ഒതുങ്ങി നിൽക്കുക എന്നുള്ളൊരു സാധ്യത വളരെ കുറവാണ്. അപ്പോൾ അതിൻ്റെ നമ്മൾ ഒരു റിയാലിറ്റി അല്ലെങ്കിൽ ഒരു ശരിയായിട്ടുള്ള പിക്ചർ നമ്മൾ കാണുകയും ചെയ്തു. കാരണം വാർ തീർച്ചയായിട്ടും ഇറാനും ഇസ്രായേലും തമ്മിൽ മാത്രമായിരുന്നില്ല. വാറിൻ്റെ എസ്കലേഷൻ ഈ പറഞ്ഞ GCC രാജ്യങ്ങളിലേക്കെല്ലാം തന്നെ ഇറാനെ തീർച്ചയായിട്ടും ഈ പറഞ്ഞ രാജ്യങ്ങളെയൊക്കെ ആക്രമിക്കേണ്ട ഒരു അവസ്ഥ വരികയുണ്ടായി. അപ്പോൾ തീർച്ചയായിട്ടും അവിടെ ഉണ്ടാകുന്നൊരു യുദ്ധം തീർച്ചയായിട്ടും ഒരു വളരെ ലോക്കലൈസ്ഡ് ആയിട്ടുള്ളൊരു യുദ്ധമായിട്ട്, പ്രത്യേകിച്ച് ഈ പറഞ്ഞ ഇറാൻ ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ അല്ലെങ്കിൽ ഇങ്ങനൊരു യുദ്ധത്തിൻ്റെ അവസ്ഥ ഒരിക്കലും റീജിയണലായിട്ട് ഒരു ലോക്കലൈസ്ഡ് വാറായിട്ട് നമുക്ക് ഒരിക്കലും അതിനെ കാണുവാൻ സാധിക്കത്തില്ല. അപ്പോൾ അതിൻ്റെ ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിൻ്റെ ഈ കോൺഫ്ലിക്റ്റിൻ്റെ ഇമ്പാക്റ്റ് അല്ലെങ്കിൽ കോൺസിക്വൻസ് ഒക്കെ എന്ന് പറഞ്ഞാൽ വളരെ അധികം നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്നതിലും കൂടുതലായിരിക്കും. ഇപ്പം നമുക്കറിയാം GCCയിലുള്ള രാജ്യങ്ങൾ പൊതുവെ ഇതിനു മുമ്പ് ഗൾഫിലുണ്ടായിട്ടുള്ള കഴിഞ്ഞ കുറേ ദശാബ്ദങ്ങളായിട്ട് അവിടെ നടക്കുന്ന കോൺഫ്ലിക്റ്റിലൊന്നും ഡയറക്റ്റായിട്ട് അവർക്ക് നേരിട്ട് അവർ ഈ പറഞ്ഞ ഒരു വാറിൻ്റെയും ഒരു ഇഫക്റ്റ് അല്ലെങ്കിൽ ആ യുദ്ധത്തിൻ്റെ ഫലങ്ങളൊന്നും അവർക്ക് നേരിടേണ്ടി വന്നിട്ടില്ല. പക്ഷേ ഇപ്പം സ്ഥിതി അതല്ല, ഒരു പിക്ചർ മാറിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ രാജ്യങ്ങളൊക്കെ തന്നെ ഈ ഇറാൻ്റെ ഭാഗത്തു നിന്നുള്ള ആക്രമണങ്ങൾക്ക് വിധേയമാവുകയും വൻതോതിലുള്ള ഡാമേജസും ഡിസ്ട്രക്ഷനും ഒക്കെ തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം ഇങ്ങനൊരു യുദ്ധം ഇത്രയും ദിവസം 10-50 ദിവസത്തോളം നീണ്ടു നിന്നൊരു യുദ്ധം തീർച്ചയായിട്ടും അതുണ്ടാക്കി വെക്കുന്ന കെടുതികൾ സമ്പദ് വ്യവസ്ഥയ്ക്കും ആ രാജ്യത്തിനും ഒക്കെ തന്നെ തീർച്ചയായിട്ടും ഇസ്രായേലിനും ഇറാനും ഈവൻ അമേരിക്കയ്ക്ക് പോലും വൻതോതിലുള്ള സാമ്പത്തിക, ഇപ്പോൾ അമേരിക്കയെ സംബന്ധിച്ച് നേരിട്ട് അവരുടെ ഭൂപ്രദേശത്തെ ബാധിക്കുന്നൊരു വിഷയം അല്ലെങ്കിൽ തന്നെയും തീർച്ചയായിട്ടും അവർക്കും അവരുടെ പട്ടാളക്കാരെയൊക്കെ നഷ്ടപ്പെട്ടുണ്ടായിരിക്കാം. പിന്നെ സാമ്പത്തികമായിട്ടുള്ള ഒത്തിരി നഷ്ടങ്ങൾ അവർക്കുണ്ടാകാം തീർച്ചയായിട്ടും. കാരണം ഈ ബോംബിടുക, മിസൈൽ ഇടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും ഫ്രീ ഓഫ് കോസ്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ല. എന്ന് വെച്ചാൽ ചിലവുകളൊന്നും ഇല്ലാതെ, പ്രത്യേകിച്ച് അമേരിക്കയുടെ വെപ്പൺ സിസ്റ്റംസും മിസൈലും എല്ലാം തന്നെ വൻതോതിൽ മില്യൺസും ബില്യൺസും ഒക്കെ തന്നെ ഡോളേഴ്സ് ചിലവാക്കി നിർമ്മിക്കുന്നതായതുകൊണ്ട് തീർച്ചയായിട്ടും അവർക്ക് വൻതോതിലുള്ള സാമ്പത്തിക നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇസ്രായേലിനും ഇറാനും ഒക്കെ തന്നെ ഡയറക്റ്റായിട്ടുള്ള ഡിസ്ട്രക്ഷനും ടെലവീവിലായാലും ടെഹ്റാനിലായാലും അവർക്ക് വളരെ പെട്ടെന്നൊന്നും റീകൺസ്ട്രക്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന തരത്തിലല്ല, അതിനൊക്കെ അപ്പുറം ഡാമേജസും ഡിസ്ട്രക്ഷനും ഉണ്ടായിട്ടുണ്ട്. സാമ്പത്തികമായിട്ടുള്ള ഭയങ്കരമായിട്ടുള്ള ക്രൈസിസ് ഈ പറഞ്ഞ രണ്ട് രാജ്യങ്ങൾ വൻതോതിൽ
നേരിടുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. അപ്പം അതിനോടൊപ്പം തന്നെയാണ് ഈ പറഞ്ഞ നമുക്ക് ഈ GCCയിലുള്ള രാജ്യങ്ങൾ, പ്രത്യേകിച്ച് സൗദി, UAE, ഏറ്റവും കൂടുതൽ ഇറാൻ്റെ ഭാഗത്തു നിന്നുള്ള അറ്റാക്ക് നേരിട്ടൊരു രാജ്യമാണ് UAE എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിന് വേറൊരു ഡയമെൻഷനുണ്ട്. അത് തീർച്ചയായിട്ടും ഒരു പക്ഷേ ഇസ്രായേലും UAEയും തമ്മിൽ അവിടെ നിലനിൽക്കുന്ന ഒരു മറ്റ് സൗദിയെക്കാളിലും ഒക്കെ തന്നെ ക്ലോസ് ആയിട്ടുള്ള റിലേഷനെ ബേസ് ചെയ്തായിരിക്കും ചിലപ്പോൾ അങ്ങനൊരു ഇറാൻ്റെ ഒരു യുദ്ധതന്ത്രം ഒരു പക്ഷേ UAEക്കെതിരെ അവർ കൂടുതൽ ഉപയോഗിച്ചതെന്നാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മൾ പറയാൻ പോകുന്നത് ഈ പറഞ്ഞ റീജിയനിൽ നിൽക്കുന്ന ഈ കോൺഫ്ലിക്റ്റ് നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ പോയി അവിടെ ജോലി ചെയ്യുന്ന പ്രവാസികളായിട്ടുള്ള മനുഷ്യരൊക്കെ, നമ്മളുടെ അയൽവാസികളും നമ്മുടെ ബന്ധുക്കളും നമ്മുടെ വീട്ടിൽ നിന്നുള്ളവരും നമ്മളുടെ കൂട്ടുകാരും ഒക്കെ തന്നെ ഒത്തിരി ആൾക്കാർ, പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നാണല്ലോ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രവാസികളുള്ളതും. ഏകദേശം 90 ലക്ഷത്തോളം ഇന്ത്യൻ പ്രവാസികളുള്ളതിൽ 30 ലക്ഷം അല്ലെങ്കിൽ 30 ലക്ഷത്തിന് മുകളിൽ കേരളത്തിൽ നിന്നുള്ള പ്രവാസികളാണ്, അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് പോയി ജോലി ചെയ്യുകയും അല്ലെങ്കിൽ മറ്റു പലതരത്തിലുള്ള ബിസിനസ്സുകൾ ചെയ്യുകയും ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ തീർച്ചയായിട്ടും കേരളത്തെ സംബന്ധിച്ച് അത് വലിയൊരു ഇമ്പാക്റ്റ് അല്ലെങ്കിൽ വലിയൊരു ഈ നമുക്ക് ഏറ്റവും പ്രതികൂലമായിട്ടുള്ള ഒരു സാഹചര്യം അല്ലെങ്കിൽ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയായിട്ട് ഇപ്പോൾ ഈ ഒരു കാഴ്ച അല്ലെങ്കിൽ ഈ ഒരു യുദ്ധത്തിൻ്റെ പ്രതിഫലനം നമ്മളെ ശരിക്കും ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ ആൾക്കാർക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള നമുക്കറിയാം, യുദ്ധമാകുമ്പോൾ തീർച്ചയായിട്ടും ജീവൻ നഷ്ടപ്പെടാൻ പലർക്കും, അങ്ങനെ ഉണ്ടാകാതിരിക്കട്ടെ, ആരുടെയും ജീവൻ നഷ്ടപ്പെടാതിരിക്കട്ടെ, എല്ലാവർക്കും സേഫ്റ്റിയും സെക്യൂരിറ്റിയും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഒരിക്കലും ഉണ്ടാകരുത്. പക്ഷേ റിയാലിറ്റിയെ നമുക്ക് ഇഗ്നോർ ചെയ്യാൻ സാധിക്കത്തില്ലല്ലോ. അത് നമ്മളങ്ങ് ഒഴിവാക്കി കഴിഞ്ഞാൽ നമ്മളവിടെ ഇപ്പോൾ ജോലി ചെയ്യുന്നവരാണ് അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്നവരാണ്. ഇപ്പോൾ വൻകിട ബിസിനസ്സുകാരെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. ചെറിയ ചെറിയ ബിസിനസ് ചെയ്യുന്ന ഒത്തിരി ആൾക്കാരുണ്ട്, ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആൾക്കാരുണ്ടല്ലോ. അപ്പോൾ അവരുടെ എല്ലാം ബിസിനസ്സിനെയും ജീവിതത്തെയൊക്കെ തന്നെ താറുമാറാക്കുന്ന അല്ലെങ്കിൽ ദുരിതപൂർണ്ണമാക്കുന്ന ഒരവസ്ഥയാണ് ഇത് പറഞ്ഞത്. അപ്പം ജോലി ചെയ്യുന്നവർക്ക് ജോലി നഷ്ടപ്പെടുവാനോ അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടങ്ങളിൽ നിന്നും ശമ്പളം കിട്ടാതിരിക്കുവാനോ അല്ലെങ്കിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന ശമ്പളങ്ങൾ കുറയുവാനോ അല്ലെങ്കിൽ അത് താൽക്കാലികമായിട്ട് മരവിപ്പിക്കാനോ ഒക്കെയുള്ള സാധ്യതകൾ നമ്മൾ നേരത്തെയും ഇതുപോലുള്ള ക്രൈസിസുകൾ നമ്മൾ കാണുന്നതാണ്. അപ്പോൾ ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റായിട്ട് വരുന്നൊരു റിപ്പോർട്ടിൻ്റെ ബേസിൽ എന്ന് പറഞ്ഞാൽ ഈ മാർച്ചിലെ ശമ്പളം നമുക്ക് പലർക്കും പല കമ്പനികളിലും പകുതി മാത്രം ശമ്പളം കൊടുത്തതായിട്ടാണ് അല്ലെങ്കിൽ കിട്ടുന്നതായിട്ടാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതിൽ തന്നെ അവിടുത്തെ സാധനങ്ങളുടെയൊക്കെ വില കൂടുന്നതുകൊണ്ട് ജീവിത ചെലവും വളരെ കൂടുതലാണ്. അപ്പോൾ ശമ്പളം കിട്ടാതിരിക്കുകയോ അല്ലെങ്കിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന ശമ്പളത്തിൽ ഗണ്യമായിട്ടുള്ള കുറവുകൾ സംഭവിക്കുകയും അതിൻ്റെ ഒപ്പം തന്നെ ഈ ലിവിങ് കോസ്റ്റ് കൂടുകയും ഒക്കെ തന്നെ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അവിടെ ജോലി ചെയ്യാൻ പോയിട്ടുള്ള നമ്മളെപ്പോലുള്ള സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരുടെ ജീവിതം കൂടുതൽ ബുദ്ധിമുട്ടിലേക്ക് കൂപ്പുകുത്തും എന്ന് നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ കഴിയും. അത് റോക്കറ്റ് സയൻസ് ഒന്നുമില്ല, വളരെ കോമൺ സെൻസ് വെച്ച് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ. അതുതന്നെ ഈ നമുക്കറിയാം റെമിറ്റൻസ്, നമ്മുടെ കേരളമൊക്കെ തന്നെ ഗൾഫിൽ നിന്നും ഈ ജോലി ചെയ്യാൻ പോയിട്ടുള്ള ആൾക്കാർ അയക്കുന്ന പണത്തിൻ്റെ നല്ലൊരു മൊത്തം ഇന്ത്യക്ക് കിട്ടുന്നതിൻ്റെ നല്ലൊരു പങ്ക് ഏകദേശം ഒരു വർഷം 2.5 ലക്ഷം കോടിയിലധികം കേരളത്തിലേക്ക് ഈ റെമിറ്റൻസായിട്ട് വരുന്നുണ്ട്. ഇന്ത്യയിൽ ഏകദേശം 10 ലക്ഷം കോടിയിലധികം ഉണ്ടെങ്കിൽ ഇത് കൃത്യമായ കണക്കല്ല, മോറോർലെസ് ആണ്. അപ്പോൾ അതിൽ ഏകദേശം 2.5 ലക്ഷം കോടിയിലധികം രൂപ കേരളത്തിലേക്ക് റെമിറ്റൻസ് വഴി കിട്ടുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ക്രൈസിസ് അല്ലെങ്കിൽ ഇതുപോലുള്ള പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ, ഇപ്പോൾ നമുക്കറിയാം കോവിഡ് സമയത്തും ഒക്കെ തന്നെ നമ്മൾ ഈ ഒരു പ്രതിസന്ധി നേരിട്ടാണ്. അപ്പം ഗൾഫിനെ ബാധിക്കുന്ന പ്രത്യേകിച്ച് UAE, ഖത്തർ അല്ലെങ്കിൽ സൗദി ഇതുപോലുള്ള ഇടങ്ങളെ, ഇപ്പം പണ്ട് ഇറാഖുമായിട്ടുള്ള യുദ്ധ സമയങ്ങളിലൊന്നും ഈ രാജ്യങ്ങളൊന്നും നേരിട്ട് ഇറാഖ് ആക്രമിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രതിസന്ധികളൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ കേസ് അങ്ങനെയല്ല. കാരണം ഇതെല്ലാം ഒരു വാർ സോണായിട്ട് മാറിയിട്ടുണ്ട്. വാർ സോണായിട്ട് മാറുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ആയിട്ടുള്ള കെടുതികൾ, ദുരിതങ്ങൾ അല്ലെങ്കിൽ പ്രത്യാഘാതങ്ങൾ ഈ രാജ്യങ്ങളൊക്കെ തന്നെ നമുക്കറിയാം. ഇപ്പോൾ യുദ്ധം എന്ന് പറയുന്ന ഒരു ക്രൈസിസ് വരികയാണെങ്കിൽ അല്ലെങ്കിൽ അതുപോലുള്ള സമാനം മീൻസ് ഇതുപോലുള്ള ക്രൈസിസ് വരുമ്പോൾ ആദ്യം നമ്മൾ സമ്പദ്ഘടന അല്ലെങ്കിൽ സമ്പദ് വ്യവസ്ഥയാണ് ഏത് രാജ്യത്തെയും അതുമായിട്ട് ബന്ധപ്പെട്ട രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ അല്ലെങ്കിൽ സമ്പദ്ഘടനയാണ് ബാധിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ സമ്പദ്ഘടനയെ ബാധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ്സുകൾ താറുമാറാകും, ബിസിനസ്സുകൾ കുറയും, ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള സ്പെൻഡിങ്ങുകളൊക്കെ തന്നെ കുറയാനുള്ള സാധ്യതയുണ്ട്. കാരണം ഗവൺമെൻറ് നോർമൽ ടൈമിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്പെൻഡിങ്ങുകളും ഇൻവെസ്റ്റ്മെൻറ്റുകളൊക്കെ വെട്ടിക്കുറയ്ക്കും. കാരണം ഒരിടത്തും റവന്യൂ ഇല്ല, ഗവൺമെൻറ്റിന് റവന്യൂ കിട്ടത്തില്ല. അതുപോലെ തന്നെ
കമ്പനി ബിസിനസ് ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയത്തില്ല. അവരുടെ പ്രോഫിറ്റ് കുറയും, കാരണം അവർക്ക് ബിസിനസ് ഇല്ല. അതുകൊണ്ട് അവരുടെ പ്രോഫിറ്റ് കുറയും. പ്രോഫിറ്റ് കുറയുന്നുണ്ട്, അവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കത്തില്ല. അപ്പോൾ അത് കൂടുതൽ തൊഴിൽ നഷ്ടങ്ങൾ ഉണ്ടാക്കും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു ചെയിൻ ഓഫ് റിയാക്ഷൻ അല്ലെങ്കിൽ ചെയിൻ റിയാക്ഷൻ എപ്പോഴും സമ്പദ് വ്യവസ്ഥയിലും സമ്പദ്ഘടനയിലൊക്കെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് സമ്പദ്ഘടനയിൽ സമ്പദ് വ്യവസ്ഥയാണല്ലോ മൊത്തം ടോട്ടൽ എവിടെയുള്ളതെന്നുള്ളത്. അപ്പോൾ നമ്മളൊരു ക്രൈസിസ് എന്ന് പറയുമ്പോൾ സമ്പദ് വ്യവസ്ഥയാണ്. ഇപ്പോൾ യുദ്ധമായാലും കോവിഡായാലും അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള എന്താണ് പറയുന്നത് പ്രതിസന്ധികൾ ഒക്കെ തന്നെ ഉണ്ടാകുമ്പോൾ സമ്പദ് വ്യവസ്ഥയെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കാറുള്ളത്. തൊഴിൽ നഷ്ടപ്പെടുന്നു, ബിസിനസ് ഇല്ലാതാകുന്നു, അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ റവന്യൂ നഷ്ടപ്പെടുന്നു, ഗവൺമെൻറ്റിന് സ്പെൻഡ് ചെയ്യാൻ പൈസ ഇല്ലാതാകുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു പ്രശ്നങ്ങൾ ഈ പറഞ്ഞ ഗൾഫിലെ രാജ്യങ്ങളൊക്കെ തന്നെ നേരിടാൻ ഉള്ള സാധ്യതയുണ്ട്. കാരണം അവരുടെ സമ്പദ് വ്യവസ്ഥയ്ക്കൊക്കെ തന്നെ കാര്യമായിട്ടുള്ള പരിക്കുകൾ ഏൽക്കുമ്പോൾ തീർച്ചയായിട്ടും അവിടെ നോർമൽ കണ്ടീഷനിൽ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് വരെ ഉണ്ടായിരുന്ന തീർച്ചയായിട്ടും ആ സാമ്പത്തിക വ്യവസ്ഥയ്ക്കും സമ്പദ് വ്യവസ്ഥയ്ക്കും അല്ലെങ്കിൽ സാമ്പത്തിക അവസ്ഥയ്ക്കും ഒക്കെ തന്നെ കാര്യമായിട്ടുള്ള മാറ്റങ്ങളുണ്ടാകും. അപ്പോൾ പൊതുവേ നമ്മൾ നേരത്തെയുള്ള വീഡിയോ പറഞ്ഞാണ് ഏത് ബിസിനസ്സും ആദ്യം ചെയ്യുന്നത് തൊഴിലാളികളുടെ കഴുത്തിൽ കത്തിവെക്കുക എന്നുള്ളതാണ്. കാരണം ഉള്ള തൊഴിലാളികളെ ഒന്നുകിൽ എണ്ണം കുറയ്ക്കുക, പിന്നെ ബാക്കിയുള്ളവരുടെ ശമ്പളം ഒന്നുകിൽ ഫ്രീസ് ചെയ്യുക അല്ലെങ്കിൽ വെട്ടിക്കുറയ്ക്കുക, ഇങ്ങനെയൊക്കെയുള്ള. അല്ലാതെ തന്നെ നോർമൽ കണ്ടീഷനിൽ തന്നെ ഇങ്ങനെയൊക്കെയുള്ള ശമ്പളം പല കമ്പനികളിലും ശമ്പളം കിട്ടാതെയും അല്ലെങ്കിൽ ശമ്പളം കുറയ്ക്കുന്ന പരിപാടികളൊക്കെ തന്നെ നമുക്ക് ഗൾഫിൽ പ്രത്യേകിച്ച് ഈ പല വാർത്തകളും നമ്മളെപ്പോഴും കാണുന്നതാണ്. കാരണം ഇങ്ങനെയുള്ള ക്രൈസിസ് ഒന്നും നിലനിൽക്കാത്ത അവസരങ്ങളിൽ പോലും പല കമ്പനികളൊക്കെ തന്നെ ശരിയായ രീതിയിൽ ശമ്പളം കൊടുക്കാതിരിക്കുകയൊക്കെ തന്നെ ചെയ്യുന്ന അവസ്ഥകളോടെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനൊരു രൂക്ഷമായിട്ടുള്ള പ്രശ്നങ്ങളോട് വരുമ്പോൾ തീർച്ചയായിട്ടും കമ്പനികൾ പ്രതികരിക്കുന്ന ഈ രീതിയിലായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളൊരു അവസ്ഥ നിലനിൽക്കുന്നുണ്ട്. പ്രവാസികളെ സംബന്ധിച്ചത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നൊരു കാര്യമായിട്ടാണ് നമുക്കിപ്പോൾ പല റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ പ്രവാസികളെ സംബന്ധിച്ച് കേരളത്തിൽ നിന്ന് പോയി ജോലി ചെയ്യുന്ന ആൾക്കാർ ഇന്ത്യയുടെ മറ്റു ഭാഗത്തു നിന്നുണ്ട്. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ പോകുന്നത് കേരളത്തിൽ നിന്നാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും കമ്പനികളുടെ പ്രവർത്തനങ്ങളെ ബാധിച്ചു തുടങ്ങിയതോടുകൂടി പ്രവാസികളുടെ ഇടയിൽ അത് വലിയൊരു ആശങ്കയും അല്ലെങ്കിൽ പ്രതിസന്ധിയൊക്കെ തന്നെ ഇപ്പോൾ ഉണ്ടാക്കി വെക്കുന്നുണ്ട്. അപ്പോൾ യുദ്ധം തുടങ്ങിയതിന് ശേഷം പ്രത്യേകിച്ച് മാർച്ച് മാസം, ഫെബ്രുവരി അവസാനമാണല്ലോ യുദ്ധം തുടങ്ങിയത്. പിന്നെ മാർച്ച് കഴിഞ്ഞ് മാർച്ച് അവസാനം, മാർച്ചിലെ ശമ്പളം കിട്ടുമ്പോൾ ഏപ്രിലിൽ അപ്പോൾ ഒന്നുകിൽ പകുതി ശമ്പളം കിട്ടുക അല്ലെങ്കിൽ അതിനകത്തിൽ ഗണ്യമായിട്ടുള്ള കുറവുകൾ ഉണ്ടാകുക, ഇതൊക്കെ തന്നെ ആണ് പ്രവാസികൾ നേരിടുന്ന വലിയൊരു പ്രശ്നം. അതുപോലെ തന്നെ നമുക്കറിയാം കിട്ടിക്കൊണ്ടിരിക്കുന്ന പൈസയിൽ കുറവുണ്ടാകുമ്പോൾ അവരിങ്ങോട്ട് അയക്കുന്ന പൈസയിലും ഗണ്യമായിട്ട് കുറവുണ്ടാകും. അപ്പോൾ ആ റെമിറ്റൻസിൽ കേരളത്തിലേക്കുള്ള പണത്തിൻ്റെ ഒഴുക്കിനകത്തിൽ കുറവുണ്ടാകും. അപ്പോൾ അതൊക്കെ നമ്മളെ കാര്യമായിട്ട് തീർച്ചയായിട്ടും നമ്മുടെ കേരളത്തിൻ്റെ മൊത്തം സമ്പദ് വ്യവസ്ഥയെ ബാധിക്കുന്നൊരു പ്രശ്നമാണ്. കാരണം കേരള സമ്പദ് വ്യവസ്ഥയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തൂണാണല്ലോ ഈ പറഞ്ഞ ഗൾഫിൽ നിന്നും മലയാളികൾ അയക്കുന്ന ഈ പണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അതിനകത്തിലുള്ള കുറവുകൾ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ പൊതുവെയുള്ള സമ്പദ് വ്യവസ്ഥയ്ക്ക് കൺസ്ട്രക്ഷൻ അതുപോലുള്ള പരിപാടികളൊക്കെ തന്നെ നിലയ്ക്കുകയും അപ്പോൾ ആ മേഖലകളിലൊക്കെ തന്നെ തൊഴിലില്ലായ്മകൾ സൃഷ്ടിക്കുവാനും ഒക്കെ തന്നെ കാരണമാകും. അപ്പോൾ കച്ചവട സ്ഥാപനങ്ങളിലൊക്കെ തന്നെ ഇത് പ്രതിഫലിക്കാൻ ഇടയുണ്ട്. കാരണം ഇപ്പോൾ ഉദാഹരണത്തിന് അവിടെ നിന്നൊരു പ്രവാസി ഇങ്ങോട്ട് അയച്ചുകൊണ്ടിരിക്കുന്ന പണത്തിൽ കുറവുണ്ടാകുമ്പോൾ ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട കുടുംബത്തിൻ്റെ പർച്ചേസിങ് പവർ അല്ലെങ്കിൽ ക്രയവിക്രയ ശേഷി കുറയും. അപ്പോൾ അവർക്ക് പുറത്തേക്ക് സ്പെൻഡ് ചെയ്യാനുള്ള പണത്തിൻ്റെ എമൗണ്ട് കുറയും. അത് ബിസിനസ്സിനെ ബാധിക്കുന്നുണ്ട്. അവരുടെ ലാഭം കുറയുന്നുണ്ട് അല്ലെങ്കിൽ അവരുടെ റവന്യൂ കുറയുന്നുണ്ട്. അവർക്ക് ചിലപ്പം അവരുടെ തൊഴിലാളികളെ വെട്ടിക്കുറയ്ക്കേണ്ടി വരും. അപ്പോൾ ഇത് നമ്മൾ ഈ പറഞ്ഞിട്ടൊരു സൈക്ലിക്കലായിട്ടുള്ളൊരു ഇമ്പാക്റ്റാണ് എല്ലായിടും ഉണ്ടാക്കി വെക്കുന്നത്. അത് നമുക്കറിയാവുന്നതാണ്. അപ്പോൾ കേരളത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗൾഫിലെ പണത്തെ അടിസ്ഥാനമാക്കിയും അതിനെ ചുറ്റിപ്പറ്റിയാണ് ഒട്ടുമിക്ക മേഖലകളും അല്ലെങ്കിൽ ബിസിനസ്സുകളൊക്കെ തന്നെ റൺ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഗൾഫിലാണ് ഈ പ്രതിസന്ധി ഉടലെടുക്കുന്നതെങ്കിലും അത് ഏറ്റവും കൂടുതൽ നമ്മളെപ്പോലുള്ള സംസ്ഥാനങ്ങളിലെ ജനങ്ങളുടെ ജീവിതത്തെ കൂടുതൽ അത് ബാധിക്കുന്നൊരു വിഷയമായിട്ടാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എപ്പോഴും നമുക്കറിയാം ഗൾഫിലൊരു പ്രതിസന്ധി ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ ഇമ്പാക്റ്റ് പെട്ടെന്ന് അഫക്റ്റ് ചെയ്യുന്ന രാജ്യങ്ങളാണ് ഇന്ത്യ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, ശ്രീലങ്ക ഇതുപോലുള്ള രാജ്യം. കാരണം ഇവിടുന്ന് നമ്മൾ എനർജി പർച്ചേസ് ചെയ്യുന്നു എന്നുള്ളൊരു ക്രൂഷ്യലായിട്ടുള്ള ഇഷ്യൂ ഉണ്ട്. അതിനപ്പുറത്ത് ഇവിടുന്ന് ആൾക്കാർ പോയി അവിടെ ജോലി ചെയ്യുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു വിഷയം കൂടെ നിലനിൽക്കുന്നുണ്ട്. തീർച്ചയായിട്ടും വലിയൊരു പ്രതിസന്ധി നമുക്ക് അത് എപ്പോഴും അവിടെ ഉണ്ടാകുന്ന പ്രതിസന്ധി ഇന്ത്യക്കാരെ അല്ലെങ്കിൽ കേരളക്കാരെയും വളരെ പ്രതികൂലമായി ബാധിക്കുന്ന ഒരു കാര്യമാണ്. അപ്പം ഈ ജോലി ഇടങ്ങളിൽ കമ്പനികളിലൊക്കെ തന്നെ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ നമ്മൾ പറഞ്ഞ ശമ്പളം വെട്ടിക്കുറയ്ക്കും. അതുപോലെ തന്നെ ഈ പറഞ്ഞ നിർബന്ധിത അവധി എടുക്കാൻ പ്രേരിപ്പിക്കും. അപ്പം നാട്ടിൽ വന്നിട്ടുള്ള ആൾക്കാരുടെ ചിലപ്പം തൽക്കാലം ഇങ്ങോട്ട് തിരിച്ചു വരേണ്ട, അവിടെ സ്റ്റേ ചെയ്യും, ഞങ്ങൾ പറഞ്ഞിട്ട് വന്നാൽ മതി എന്നൊക്കെ പറയും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള തിരിച്ചു വിളിക്കുമോ അല്ലെങ്കിൽ തിരിച്ചു പോകാൻ സാധിക്കുമോ എന്നൊക്കെയുള്ള ആശങ്കകൾ ഇവിടെ വന്നവർക്ക് ഇപ്പോൾ യുദ്ധത്തിന് തൊട്ട് മുമ്പ് വന്നിട്ടുണ്ട്.
ആൾക്കാർ കാണുമല്ലോ തീർച്ചയായിട്ടും. കാരണം ദിവസം നമുക്ക് ഒത്തിരി ആൾക്കാർ വരികയും പോവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ യുദ്ധത്തിന് മുമ്പ് ലീവിനൊക്കെ വന്നിട്ടുള്ള ആൾക്കാർ തിരിച്ചു പോകാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഒരുപക്ഷെ കമ്പനി അവരോട് തൽക്കാലം അവരെ പോസ് ചെയ്യും, തൽക്കാലം തിരിച്ചു വരേണ്ട, അല്ലെങ്കിൽ ലീവ് എക്സ്റ്റെൻഡ് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ തീർച്ചയായിട്ടും അതിനകത്തിലൊക്കെയുള്ള അതൊക്കെ മനുഷ്യരിലുണ്ടാക്കുന്ന ക്രൈസിസും ആശങ്കയൊക്കെ തന്നെ വളരെ നമുക്കറിയാം, മനസ്സിലാക്കാൻ സാധിക്കുന്നുള്ളൂ. അതുപോലെ ഫെബ്രുവരി 28 യുദ്ധം തുടങ്ങിയത്. പക്ഷേ മാർച്ച് മുതൽ ശമ്പളം മുടങ്ങിയ അവസ്ഥയിലാണ്. ഇപ്പോൾ ഏപ്രിൽ ഇനിയിപ്പോൾ ഏകദേശം തീരാറായി. ഏപ്രിൽ കഴിയുമ്പോൾ നമുക്കറിയാം ഏപ്രിലെ അവസ്ഥ എന്താണെന്നുള്ള കാര്യം. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് നമുക്ക് വലിയൊരു ആശങ്ക ഉണ്ടാക്കുന്നൊരു കാര്യമാണ്. കുടുംബമായിട്ട് ഫാമിലിയായിട്ടൊക്കെ അവിടെ ജീവിക്കുന്നവർക്ക് നമുക്കറിയാം ശമ്പളം കിട്ടാതെ വരികയും അല്ലെങ്കിൽ ശമ്പളത്തിനകത്തിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന ശമ്പളത്തിൽ കുറവുകളൊക്കെ ഉണ്ടാകുമ്പോൾ അതുണ്ടാക്കി വെക്കുന്ന ദുരിതങ്ങൾ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ വളരെ കൂടുതലാണ്. തൊഴിൽ മേഖലയൊക്കെ പ്രതിസന്ധി ഉണ്ടായെങ്കിലും ഇപ്പോഴും വാടക കുറയ്ക്കാനൊന്നും വാടകയുടെ എന്താണ് പറയുന്നത് ബിൽഡിംഗ് ഉടമകൾ തയ്യാറാകാത്തതും ഒക്കെ തന്നെ ഈ പ്രവാസികളിൽ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കി വെക്കുന്നുണ്ട്. ക്രെഡിറ്റ് കാർഡ് ഉള്ളവരൊക്കെ തന്നെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചാണ്, നമുക്കറിയാം പ്രതിസന്ധി വരുമ്പോൾ ക്രെഡിറ്റ് കാർഡാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ കയ്യിലുള്ളവർ ഉപയോഗിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള വലിയ പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ സ്കൂളുകൾ തുറന്നതോടുകൂടി പ്രവാസികൾ വീണ്ടും കൂടുതൽ പ്രതിസന്ധിയിലായി. കാരണം ഓൺലൈൻ ക്ലാസ്സുകൾ ഒക്കെ നടക്കുന്നുണ്ടെങ്കിൽ തന്നെയും ബസ് ഫീസ് വരെ സ്കൂളുകൾ ഈടാക്കുന്നുണ്ട്. ഇപ്പോൾ സ്കൂൾ ഫീസിനൊപ്പം ബസ് ചാർജും കൂടി നൽകേണ്ടി വരുന്നത് അധിക ബാധ്യത ഉണ്ടാക്കുന്നു. ഇപ്പോൾ ഇതൊക്കെ ഫാമിലിയായിട്ട് അവിടെ ജീവിക്കുന്നവർക്ക് വലിയ ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അവിടെ തീർച്ചയായിട്ടും ഉള്ള ആൾക്കാർക്ക് ഇതിനെക്കുറിച്ച് കൃത്യമായിട്ടും അവരുമായിട്ട് ബന്ധപ്പെട്ട കുടുംബങ്ങളിലും അല്ലെങ്കിൽ ഫാമിലിയിലൊക്കെ ഉള്ളവർക്ക് ഇതിനെ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ ഇതുമായി ഞാനൊരു പ്രവാസിയാണ്. നേരത്തെ ഒരു 5 വർഷത്തിന് മുമ്പ് വരെ ഞാൻ ഗൾഫിൽ ദുബായിൽ അക്കൗണ്ടൻ്റായിട്ട് ജോലി ചെയ്തൊരു വ്യക്തിയാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ അന്ന് ഇതുപോലുള്ള അവസ്ഥകളൊന്നും ഇല്ലെങ്കിൽ തന്നെയും നമുക്ക് അവിടെ ജോലി ചെയ്യുന്നതിൻ്റെ ബുദ്ധിമുട്ടും അല്ലെങ്കിൽ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ അത് ഏത് രീതിയിൽ നമ്മളെ ബാധിക്കുന്നൊക്കെയുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യമാണ്. അപ്പോൾ നാട്ടിലേക്ക് പലരും മടങ്ങാത്തതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ കമ്പനി പിരിച്ചു വിട്ട് കഴിഞ്ഞാൽ നമുക്ക് മറ്റ് ജോലിക്ക് ശ്രമിച്ച് കിട്ടിയില്ലെങ്കിൽ തിരിച്ചു വന്നേ പറ്റത്തുള്ളൂ. ഇനി കമ്പനി ശമ്പളം കുറച്ചിട്ട് തന്നെ അവർ നിലനിർത്തുന്നുണ്ടെങ്കിൽ നമുക്കവിടെ സസ്റ്റെയിൻ ചെയ്യാൻ കഴിയത്തില്ലെങ്കിലും തിരിച്ചു വരാൻ പലരും വിസമ്മതിക്കുന്നത്. കാരണം വന്നു കഴിഞ്ഞാൽ തിരിച്ചു പോകുവാൻ സാധിക്കുമോ എന്നൊക്കെയുള്ള ആശങ്കയുടെ അടിസ്ഥാനത്തിലാണ്. കാരണം കോവിഡ് കാലത്തൊക്കെ ഒത്തിരി ആൾക്കാർ വന്നിട്ട് പലർക്കും അത് തിരിച്ചു പോകുവാനും ഒന്നും സാധിച്ചിട്ടില്ല. പലർക്കും തൊഴിലവസരങ്ങൾ നഷ്ടപ്പെട്ടു. അപ്പം നമുക്കറിയാം അതിന് പകരമായിട്ട് ഇവിടെ നമുക്ക് ആ ഒരു എന്താണ് പറയുന്നത് അതേ പ്രതിഫലത്തിലൊന്നും നമുക്കിവിടെ ജോലി ലഭിക്കാനുള്ള സാധ്യതയില്ല. ജോലികൾ ചെയ്യുവാൻ സാധിക്കുമായിരിക്കും, പക്ഷേ അവിടെ ലഭിക്കുന്ന ശമ്പളത്തിലോ അല്ലെങ്കിൽ സാലറിയൊന്നും ഇവിടെ തന്നെ നമുക്ക് കിട്ടുവാനുള്ള സാധ്യത ഇല്ലാത്തതിനാൽ പലരും തീർച്ചയായിട്ടും അങ്ങനെയൊക്കെയുള്ള പ്രായോഗികമായിട്ടുള്ള ഈ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. നമുക്ക് ആശങ്കപ്പെടേണ്ട ഒരു കാര്യം തന്നെയാണിത്. അതിൽ തന്നെ വിമാന ടിക്കറ്റ് കുത്തനെ ഉയർത്തിയതൊക്കെ തന്നെ പലർക്കും അവിടെ നിന്ന് വരാനുള്ള ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ നാട്ടിലേക്ക് പോയാൽ കൂടുതൽ പണം നമുക്ക് തീർച്ചയായിട്ടും ഫാമിലിയായിട്ടുള്ളൊക്കെ ഇപ്പം ഫാമിലി എന്ന് പറഞ്ഞാൽ ഒരു ഹസ്ബൻഡ് വൈഫ് 2-3 കുട്ടികളൊക്കെ ഉള്ള ആൾക്കാർക്ക് മിനിമം 2 കുട്ടികളൊക്കെ ഉള്ള ആൾക്കാർക്കൊക്കെ തിരിച്ചിങ്ങോട്ട് വരണമെങ്കിൽ വലിയ തോതിലുള്ള പണം കൊടുക്കാതെ നമുക്ക് ഫ്ലൈറ്റിൽ യാത്ര ചെയ്യാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് പലരും അവിടെ തന്നെ സ്റ്റേ ചെയ്യുക എന്നുള്ള ഒരു തീരുമാനത്തിലാണിപ്പോൾ. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവശ്യ സാധനങ്ങളുടെ വില കൂടി. എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അതിനകത്തിലൊക്കെ ഒത്തിരി സ്ട്രേറ്റ് ഹോർമോസ് അടച്ചതുകൊണ്ട് ഗൾഫിലേക്ക് ഈ പറഞ്ഞ അവശ്യ സാധനങ്ങളൊന്നും തന്നെ പഴയ പോലെ സ്മൂത്തായിട്ട് ചെന്നെത്താൻ സാധിക്കുന്നില്ല. അപ്പം നമുക്കറിയാം തീർച്ചയായിട്ടും സപ്ലൈക്കകത്തിൽ ഡിസ്റപ്ഷൻ ഉണ്ടായി കഴിഞ്ഞാൽ ഏത് കമ്മോഡിറ്റിയുടെ ആയാലും അതിൻ്റെ വില ഉയരും. അപ്പോൾ അവശ്യ സാധനങ്ങളുടെ വില ഉയരുകയും കയ്യിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന വരുമാനം നിൽക്കുകയോ കുറയുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് ജനങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന വലിയ പ്രതിസന്ധി നമുക്ക് തീർച്ചയായിട്ടും അത് ഒരു പ്രശ്നം തന്നെയാണ്. അതുപോലെ തന്നെ പെട്രോൾ വിലയും വർദ്ധിച്ചു എന്നാണ് പറയുന്നത്. ഭക്ഷ്യോൽപ്പന്ന വസ്തുക്കളുടെ വില ഇരട്ടിയായെന്ന് ദുബൈയിൽ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ UAEയിൽ ജോലി ചെയ്യുന്ന ആൾക്കാരൊക്കെ തന്നെ പറയുന്നുണ്ട്. യുദ്ധം വളരെ രൂക്ഷമായ സമയത്ത് അവിടെ റേഷനിങ് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അതെല്ലാം ആ നിയന്ത്രണം എല്ലാം മാറിയിട്ടുണ്ടെന്നാണ് നമുക്ക് ഇതിനകത്ത് നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് തീർച്ചയായിട്ടും വളരെ ജനങ്ങളുടെ ജീവിതത്തെ ബാധിക്കുന്നൊരു കാര്യമായുണ്ട്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ ഇപ്പം നമ്മുടെ ഗവൺമെൻറ് ഇവിടെ നിന്നിട്ട് പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ സാധിക്കത്തില്ല. പ്രത്യേകിച്ച് നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെൻറ് ഒന്നുമേ ചെയ്യാൻ സാധിക്കത്തില്ല. ആകെപ്പാടെ നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ് ഇപ്പോൾ ആര് ഭരിച്ചു കഴിഞ്ഞാലും അവർക്ക് ഡിപ്ലോമാറ്റിക്കായിട്ടുള്ള ചാനലുകൾ ഉപയോഗിച്ചിട്ട് യുദ്ധം നിർത്തണമെന്നോ അല്ലെങ്കിൽ അഥവാ നമുക്ക് പറയാനേ സാധിക്കത്തില്ല. ഒരുപാട് ഇപ്പോൾ ഇറാൻ്റെ പ്രസിഡൻറ്റിനെയോ അല്ലെങ്കിൽ ഇറാൻ്റെ ലീഡറിനെയോ അല്ലെങ്കിൽ ഇസ്രായേലി പ്രൈം മിനിസ്റ്ററിനെയോ അല്ലെങ്കിൽ ഡൊണാൾഡ് ട്രംപിനെയൊക്കെ വിളിക്കുകയും സംസാരിക്കുകയും ചെയ്ത് യുദ്ധം നിർത്തണം അല്ലെങ്കിൽ
ഞങ്ങൾ സംസാരിക്കുന്നത് നമ്മൾ പത്രമാധ്യമങ്ങളിൽ റിപ്പോർട്ടുകൾ നമ്മൾ കാണുന്നില്ല. അത് കൊള്ളുന്ന ഇന്ത്യക്കൊന്നും ചെയ്യാൻ സാധിക്കത്തില്ല. പിന്നെ ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഇതുപോലെ യുദ്ധം തുടർന്നുകൊണ്ട് പോകുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഗവൺമെൻറ് ഇടപെട്ട് അല്ലെങ്കിൽ ഗവൺമെൻറ് നേതൃത്വത്തിൽ അവിടെ നിന്നുള്ള പ്രവാസികളെ പ്രത്യേക ഫ്ലൈറ്റുകളൊക്കെ അറേഞ്ച് ചെയ്തിട്ട് ഇല്ലേ അവിടെ നിന്ന് ജനങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവരാം. അത് കൂടുതലൊന്നും ഗവൺമെൻറ്റിന് പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല, ചെയ്യാൻ കഴിയത്തില്ല. ജനങ്ങളുടെ ജീവിതം എപ്പോഴും തീർച്ചയായിട്ടും അവർ അല്ലേ എന്ത് ഇതുപോലുള്ള പ്രതിസന്ധികൾ ഉണ്ടായിക്കഴിഞ്ഞാലും നമ്മൾ സ്വയം നേരിടുക എന്നുള്ളതാണ് നമ്മൾ കാണുന്ന ഒരു പ്രധാനപ്പെട്ട കോമൺ ആയിട്ടുള്ള അല്ലെങ്കിൽ പൊതുവേ ഉള്ളൊരു കാഴ്ച തന്നില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഇത് നമ്മളുടെ ജനങ്ങൾ നേരിടുന്ന വലിയൊരു പ്രശ്നമാണ്. അപ്പോൾ അതിനെ ഈ പ്രതിസന്ധിക്കൊരു എന്താണ് പറയുന്നത് മാറ്റം ഉണ്ടാണെങ്കിൽ തീർച്ചയായിട്ടും യുദ്ധം പൂർണ്ണമായിട്ടും നിന്നു എന്നുള്ളൊരവസ്ഥ അവിടെ ഉണ്ടാകുക എന്നുള്ളതാണ്. പക്ഷേ ഇത് നമുക്ക് താൽക്കാലികമായിട്ട് അവിടെ യുദ്ധം നടക്കുന്നില്ലെങ്കിൽ തന്നെയും യുദ്ധം പൂർണ്ണമായിട്ട് അവസാനിച്ചു എന്നുള്ളൊരു കൺക്ലൂഷനിലേക്ക് നമുക്ക് ഇതിൽ എത്തിച്ചേരാൻ സാധിക്കുന്നില്ല. പീസ് ടോക്സ് അല്ലെങ്കിൽ നെഗോസിയേഷൻസൊക്കെ നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതിനൊരു സ്പേസ് ഇപ്പോൾ ഉണ്ട് എങ്കിൽ തന്നെയും തീർച്ചയായിട്ടും ഇരുഭാഗങ്ങളും പൂർണ്ണമായിട്ടും അവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻ പരസ്പരം മ്യൂച്വലായിട്ടുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ്ങിലോ അല്ലെങ്കിൽ മ്യൂച്വലായിട്ടുള്ള എഗ്രിമെൻറ്റിലോ അമേരിക്കയുടെ ഭാഗത്തു നിന്നാലും ഇറാൻ്റെ ഭാഗത്തു നിന്നാലും എത്തിച്ചേർന്നിട്ടില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും യുദ്ധം ഇതുവരെ നമുക്ക് പൂർണ്ണമായിട്ടും അവസാനിച്ചു എന്നുള്ളൊരു സാറ്റിസ്ഫാക്ടറി കൺക്ലൂഷനിലേക്ക് നമുക്ക് ആർക്കും തന്നെ എത്തിച്ചേരാൻ പറ്റാത്തൊരു അവസ്ഥയായതുകൊണ്ട് ആശങ്ക ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഇത് നമ്മളെ സംബന്ധിച്ച് കേരളത്തിൽ നിന്ന് പോയി അവിടെ ജോലി ചെയ്യുന്നവരെ സംബന്ധിച്ച് കേരളത്തിൻ്റെ പൊതുവെയുള്ള സമ്പദ് വ്യവസ്ഥയെ സംബന്ധിച്ച് ഈ യുദ്ധം വളരെ രൂക്ഷമായിട്ടുള്ളൊരു പ്രതിസന്ധി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അത് തീർച്ചയായിട്ടും വളരെ ആശങ്കാജനകമാണ്.